നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിനു ശേഷം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും, അതായത് കോൺഗ്രസ്, ലീഗ്, സുഡാപ്പി, മൗദൂദി, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരും കേരളത്തിലെ മാപ്രാകളും കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വലിയ പച്ച നുണയുണ്ട്. കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും RSSും തമ്മിൽ ഒരുമിച്ചുകൂടി അവരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തൃശൂർ പൂരം കലക്കിയതിന്റെ ഭാഗമായിട്ടാണ് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് എന്ന്. പൂരം കലക്കിയതോ പൂരം കലങ്ങിയതോ അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ്, പോലീസ്, ആഭ്യന്തരം അന്വേഷിച്ച് റിപ്പോർട്ട് പുറത്തു വരട്ടെ. പക്ഷേ സുരേഷ് ഗോപി ജയിച്ചത് എങ്ങനെയാണെന്നുള്ള ഒരു വലിയ സത്യം നമ്മുടെ കൺമുമ്പിൽ നിൽപ്പുണ്ട്. ആ സത്യം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെ അറിവോടുകൂടി, തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി കോൺഗ്രസിന്റെ വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നുള്ള വലിയ സത്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ളത്. അതിനുവേണ്ടി നമുക്ക് ആ കണക്കുകൾ ഒന്ന് പരിശോധിക്കാം. മുകളിൽ കാണുന്നത് 2019ലെയും 2024ലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 3 സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ വോട്ടിന്റെ കണക്കാണ് ഈ മുകളിൽ കാണുന്നത്. കോൺഗ്രസ്, CPM, BJP സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ടിന്റെ കണക്ക്. ഇനി നമുക്ക് ഈ വോട്ടിന്റെ അന്തരംഗം, അതായത് കണക്കിന്റെ വ്യത്യാസം നമുക്കൊന്ന് പരിശോധിക്കാം. 2019 3,21,456 വോട്ടാണ് ഇടതുപക്ഷത്തിന് CPIക്ക് കിട്ടിയത്. 2024 അത് 3,37,652 വോട്ടാണ്. അപ്പോൾ 3,37,652 വോട്ടിൽ നിന്നും കഴിഞ്ഞ തവണ കിട്ടിയ 3,21,456 വോട്ട് കുറച്ചാൽ 16,196 വോട്ടുണ്ട്. അപ്പോൾ ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും 16,196 വോട്ട് VS സുനിൽകുമാർ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ്. ഇനി നമുക്ക് കോൺഗ്രസിന്റെ അവസ്ഥയിലോട്ട് പോകാം. കഴിഞ്ഞ തവണ 2019 4,15,089 വോട്ട് TN പ്രതാപൻ പിടിച്ചു. എന്നാൽ 2024 മുരളീധരന് കിട്ടിയത് 3,28,124 വോട്ട്. അതായത് 2019 കിട്ടിയതിൽ നിന്നും 2024 എത്തിയപ്പോഴേക്കും 86,965 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞു. ഈ വോട്ട് എങ്ങോട്ടാണ് പോയെന്ന് നമുക്കറിയാം, BJPയിലോട്ട്. അത് നമുക്ക് വഴിയേ വരാം. ഇനി BJP സ്ഥാനാർത്ഥിയുടെ അവസ്ഥ. 2019 സുരേഷ് ഗോപിക്ക് കിട്ടിയത് 2,93,822 വോട്ട്. എന്നാൽ 2024 4,12,338 വോട്ട്. എത്ര വോട്ട് അധികം കിട്ടി? 1,18,516 വോട്ട്. ഈ 1,18,516 വോട്ടിൽ കോൺഗ്രസിന്റെ 86,965 വോട്ടും ഉണ്ട്. ഇനി മറ്റൊരു കണക്ക് നോക്കാം. സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയ, അതായത് കഴിഞ്ഞ തവണത്തെക്കാളും ഈ തവണ അധികം കിട്ടിയ 1,18,516 വോട്ടിൽ നിന്നും കോൺഗ്രസുകാർ ദാനം ചെയ്തു കൊടുത്ത 86,965 വോട്ട് കുറച്ചാൽ സുരേഷ് ഗോപിക്ക് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കിട്ടിയ വോട്ടുകളിൽ വർദ്ധിച്ചതിലും അല്ലാതെ സുരേഷ് ഗോപിക്ക് അധികം കിട്ടിയത് 31,551 വോട്ടാണ്. അതായത് കോൺഗ്രസുകാർ കൊടുത്ത വോട്ടിനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപി പിടിച്ചത് 31,551 വോട്ട്. ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. ഈ 31,551 വോട്ടും കൂടി, അതായത് സുരേഷ് ഗോപിക്ക് കോൺഗ്രസുകാർ കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയ 31,551 വോട്ട് കൂടി നമുക്ക് സുനിൽകുമാറിന് കൊടുക്കാം. സുനിൽകുമാറിന് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോഴെത്ര വരും? അതായത് 3,37,652 വോട്ട് പിടിച്ച സുനിൽകുമാറിന് ഈ പറയുന്ന 31,551 വോട്ട് കൂടി കിട്ടിയാൽ ടോട്ടൽ കിട്ടുന്നത് 3,69,203 വോട്ട്. പറഞ്ഞ കണക്ക് വ്യക്തമായല്ലോ. 3,37,652 വോട്ട് പിടിച്ച സുനിൽകുമാറിന് സുരേഷ് ഗോപിക്ക് കോൺഗ്രസ് കൊടുത്തത് കൂടാതെ കിട്ടിയ അധികം വോട്ട് 31,551 വോട്ട് കൂടി കിട്ടിയാൽ 3,69,203 വോട്ട്. ഇനി സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 2,93,822 വോട്ടിന്റെ കൂടെ കോൺഗ്രസുകാർ മാത്രം ദാനം ചെയ്ത വോട്ടായ 86,965 വോട്ട് കൂടി കൂട്ടിയാൽ 3,80,787 വോട്ട്. പറഞ്ഞു മനസ്സിലായി? അതായത് സുനിൽകുമാറിനെക്കാളും വോട്ട് അപ്പോഴും അധികമാണ് സുരേഷ് ഗോപിക്ക്. എങ്ങനെയെന്ന് നോക്കിയാൽ 3,80,787 വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയപ്പോൾ അതിൽ നിന്നും സുനിൽകുമാറിന് ടോട്ടൽ കിട്ടിയ 3,69,203 വോട്ട് കുറച്ചാൽ
വീണ്ടും സുരേഷ് ഗോപിക്ക് 11,584 വോട്ട് അധികമുണ്ട്. ആര് കൊടുത്തതാണ്? കോൺഗ്രസ്സുകാർ കൊടുത്തത്. ഈ കണക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇങ്ങനെ വന്നാൽ സുരേഷ് ഗോപിയെ ജയിച്ചത് പൂരം കലക്കിയതിന്റെ പേരിലോ പൂരം കലങ്ങിയതിന്റെ പേരിലോ ഇടതുപക്ഷമോ CPM-ഓ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോ ഒന്നുമല്ല. കെ സുധാകരന്റെ അറിവോടുകൂടി, VD സതീശന്റെ അറിവോടുകൂടി, തൃശൂരിലെ കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി, തൃശൂരിലെ കോൺഗ്രസിന്റെ വോട്ട് മറിച്ച്, അതായത് 86,965 വോട്ട് സുരേഷ് ഗോപിക്ക് മറിച്ചു കൊടുത്തതിന്റെ പേരിലാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത്. അതിന് ഇടതുപക്ഷത്തിനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഒന്നും ഒരു പങ്കുമില്ല. കാരണം 2 ഭൂരിപക്ഷം വാങ്ങി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇന്ത്യയെ ഇന്ന് BJP ഭരിക്കുന്നത് കോൺഗ്രസ് ദാനം കൊടുത്തതാണ്. കേരള നിയമസഭയ്ക്കകത്ത് ആദ്യമായിട്ട് നേമത്തു നിന്നും ഒരു BJP MLA ആ നിയമസഭയിൽ എത്തിയത് കോൺഗ്രസ് വോട്ട് മറിച്ച് കൊടുത്തിട്ടാണ്. ആ അക്കൗണ്ട് പൂട്ടിയത് കേരളത്തിന്റെ ഇടതുപക്ഷമാണ്. ആ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞതിന് ശേഷമാണ് ആ അക്കൗണ്ട് പൂട്ടിക്കുകയും ചെയ്തു. അതുപോലെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിലേക്ക് തൃശൂരിൽ നിന്നും ഒരു BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടതും കോൺഗ്രസ് ആണ്. ഈ വസ്തുത കേരളത്തിലെ വലതുപക്ഷം മറച്ചു വെച്ചുകൊണ്ട് അവർ പച്ച നുണകൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ സത്യവും ധർമ്മവും നീതിയും മുന്നിൽ നിർത്തി യഥാർത്ഥ സത്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ട കേരളത്തിലെ മാധ്യമ കൂട്ടിക്കൊടുപ്പുകാരായ മാപ്രാകൾ മദ്യക്കുപ്പികൾക്കും കോഴിക്കാലുകൾക്കും മുമ്പിൽ നട്ടല് പണയം വെച്ച് കേരളത്തിലെ മാപ്രാകളും ഇത് പ്രചരിപ്പിക്കില്ല. ഇത് പ്രചരിപ്പിക്കേണ്ടതും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതും നമ്മൾ സഖാക്കൾ മാത്രമാണ്. അതുകൊണ്ട് ആ കർത്തവ്യം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലാൽ സലാം സഖാക്കളെ.